അപ്പോ ഇത് നമ്മളെ ഒരാളെന്നെയായിരുന്നു ആര് ഈ ദുന്തുള്ളി. അവരെന്ത് ചെയ്തു, തൻ്റെ പശുവിനാണ് എന്ത് ചെയ്തേ ഈ പഴം കൊടുക്കുകയും അവസാനം എന്താണ് ഗോകർണൻ എന്ത് ചെയ്തു, ഗോകർണൻ പശുവിന്റെ പോലത്തെ ചെവിയുള്ള ഒരാളായിട്ട് വരുന്നു. അപ്പുറത്ത് എന്താണ് ദുന്തുകാരിയായിട്ട് എന്താണ് തൻ്റെ മകൻ, അനിയത്തിയുടെ മകനെ ആയിട്ട് എന്ത് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിച്ചിട്ട് തൻ്റെ മകനായിട്ട് വരികയാണ്. അവസാനം നമുക്കറിയാം, വിശദീകരിച്ചതൊക്കെ പറയാനുണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ദുന്തുകാരിയുടെ ഉപദ്രവം കൊണ്ട് അവസാനം എന്താണ് ആത്മദേവന് തോന്നുകയാണ് ഇനി രക്ഷയില്ല, ഇനി എന്ത് ചെയ്യണം, ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, സന്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. നോക്കൂ, അതിനുശേഷം ഗോകർണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഗോകർണൻ തൻ്റെ അച്ഛനോട് പറയുകയാണ്, ആത്മദേവനോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ ദശമസ്കന്ധം പഠിക്കുന്നു, ദശമസ്കന്ധം പടാ, ദശമസ്യ പാഠാത് എന്ന് പറയണം. അങ്ങനെ ദശമസ്കന്ധം ആരതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണ ചരിതമാണ്. നോക്കൂ, അത് മുഴുവൻ ഈ ശ്രീകൃഷ്ണ ചരിതം, ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. മറ്റുള്ള അവതാരം ഒന്നില്ല, പൂർണ്ണാവതാരമായിട്ട് കണക്കൂട്ടുന്നില്ല. പക്ഷെ എന്താണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കുവാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട്, എന്നാൽ ഏത് പ്രതിസന്ധിയെയും എല്ലാ രീതിയിലുള്ള വേഷങ്ങളും കെട്ടിയിരുന്നു ആണല്ലോ. അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണനെയൊക്കെ കുട്ടികൾ മനസ്സിലാക്കിയാൽ, അല്ലെ നമ്മളെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് ദുഃഖിക്കാൻ, ഇത്രയും ദുഃഖിക്കേണ്ട ആവശ്യം തോന്നൂല. എന്തുകൊണ്ടാ? ശ്രീകൃഷ്ണൻ ദുഃഖിച്ച പോലെയോ ശ്രീരാമൻ ദുഃഖിച്ച പോലെയോ നമ്മളൊക്കെ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? തൻ്റെ അച്ഛനെ പ്രസവിക്കുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും എവിടുന്നാ? ജയിലിലാണ്, സെൻട്രൽ ജയിലിലാണ്. സെൻട്രൽ ജയിലിനേക്കാളും പ്രശ്നമാണ്. ഒരു കുട്ടി ചോദിച്ചു, എങ്ങനെയാ പിന്നെ ഇവർക്ക് കുട്ടിയായിരുന്നു? അച്ഛനും അമ്മയും വേറെ വേറെ ജയിലിലാണ്. പിന്നെ ഈ കംസൻ ഒരു ബുദ്ധിയില്ലാന്നാ പറഞ്ഞത്, വേറെ ഇവരെ ഒരുമിച്ച് ആക്കിയിട്ടല്ലേ പിന്നെയും കുട്ടികളായത്, എന്നിട്ടും കുട്ടികളായത്. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ചോദ്യം ചോദിക്കൂട്ടോ. പഴയ കഥകളൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ തത്വങ്ങൾ അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കഥകൾ പോലും പറയാൻ പറ്റുള്ളൂ. അവിടെ എന്ത് ചെയ്യണേ, ശ്രീകൃഷ്ണന്റെ കഥകൾ എന്ന് പറയുന്നത് അത്രമാത്രം എന്താണ്, ഈ ജയിലിൽ കിടന്ന് പ്രസവിച്ച് ആ രാത്രി എടുത്തുകൊണ്ട് പോയി പിന്നെ ആ ചെറിയ കുട്ടിയാവുന്നതിന് എത്ര ആൾക്കാരെ വധിക്കുന്നേ, ചാണൂരനെ തുടങ്ങി അങ്ങനെ പൂതനെ തന്നെ എന്താണ് തന്നെ തനിക്ക് എന്താണ് മുലപ്പാല് തരാൻ വന്ന ആ പൂതനെ മുല കുടിച്ചിട്ട് എന്താണ് കൊന്ന ആ കുട്ടി പോലും അത്രയും വളർന്ന് പിന്നെ ഓരോ ജീവിത ചിട്ടകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളുടെ അവസാനം വരെ നോക്കൂ. ഭഗവാൻ ശ്രീരാമന്റെ കഥ നോക്കൂ. ഈ ശ്രീകൃഷ്ണന്റെ കഥയായിട്ടുള്ള ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരാൾക്ക് ഒരു ശ്രീരാമന്റെ കഥ എടുത്ത് വായിക്കൂ. എത്രയെത്ര പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നിട്ടും എന്ത് ചെയ്യുന്നു, ധർമ്മപാതയിലൂടെ അതിശക്തമായിട്ട് തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് വരികയാണ്. നോക്കൂ, നമ്മുടെ ശാസ്ത്രങ്ങള് എത്രമാത്രം എന്താണ് ധൈര്യം നമുക്ക് നൽകുന്നതാ. അപ്പോ ഈ ഭജ് സേവായ എങ്ങനെയാ പറഞ്ഞേ, ഭജ് സേവനം ചെയ്യാന്നുള്ളതാണ്, സേവിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം ചെയ്യാൻ മാത്രമല്ല, ഇതെന്താണ്, ഇത് വലിയൊരു സേവനമാണ്. ഈ നാട്ടിന്റെ വലിയൊരു സേവനമാണ് ഇത് ഈ സത്സംഗം എന്ന് പറയുന്നത്. കാരണം എന്താണ്, പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ സ്വന്തം മാത്രമല്ല എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലേക്ക് ഇത് ഇങ്ങനെ വരികയാണ്. ഒരാളിലൂടെ എന്ത് ചെയ്യുന്നു, ലോകം നന്നാവാൻ ഓരോരാളും നന്നായാൽ മതി എന്നാണ് എന്ത് പറയുന്നത്, സോക്രട്ടീസ് പറയുന്നു. ഓരോരാളും നന്നായി കഴിഞ്ഞാൽ തന്നെ എന്താണ്, വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഗോവിന്ദ ഭജനം അങ്ങനെ തുടങ്ങുമ്പോൾ 3 പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നേ ഭഗവാൻ ആദ്യം പറയുന്നത്. എന്താണ്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എങ്ങനെയൊക്കെ വേണം, മനസ്സുകൊണ്ട് ഭജിക്കണം, പിന്നെന്ത് വേണം, വാക്കുകൊണ്ട് ഭജിക്കണം, ശരീരം കൊണ്ട്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും എന്ത് ചെയ്യൂ, ഭജിക്കൂ. ആരെ ഭജിക്കൂ, ഗോവിന്ദ ഭജനം നടത്തൂ. എപ്പോഴും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക,
അടുത്തത് പറഞ്ഞേ, നിന്റെ ലക്ഷ്യത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞു കരണേ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിന്നെ രക്ഷിക്കാൻ എന്തില്ല, ഒരു കാര്യത്തിനും നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ, നീ ഇന്നുണ്ട് എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, എവറിത്തിങ് ഈസ് ടെമ്പററി. എന്താണ് എവറിത്തിങ് ഈസ് ടെമ്പററി? ഈ ലോകത്ത് ഉള്ളതൊക്കെ എന്ത് ചെയ്യും, ഇന്ന് ഉള്ളത് നാളെ ഇല്ലാതാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന 3 പ്രധാന ബാരിയേഴ്സ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണത്? 1 ലോകേഷ്ണ, 2 വിത്തേഷ്ണ, 3 എന്താണ്, പുത്രേഷ്ണ. 3 ഏഷണകൾ എന്ന് പറയും, ഏഷണാത്രയം എന്ന് പറയും. ഇതൊക്കെ നന്നായിട്ട് കേട്ട് നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. ഭഗവാൻ ഒരു ചിത്രം കാണിച്ചു തരാണ് അടുത്തത്. എന്താണ് അടുത്ത ചിത്രം? നളിനീ ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്തൊരു നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരുക. നമ്മൾ അടുത്തന്നെയുള്ള കുറെ ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കുറെ ചിത്രങ്ങൾ ഈ മനസ്സിലേക്ക് വരണത് കാണുമ്പം എന്തുകൊണ്ട് നമ്മൾ ഗോവിന്ദനെ ഭജിക്കണം എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. എന്തിന് ഗോവിന്ദനെ ഭജിക്കണം എന്ന് പറയാം. ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് എന്തിന് പഠിക്കണം എന്നുള്ള അതിശക്തമായ ആ കാര്യം ക്ലിയർ ആണ് എങ്കിൽ പിന്നെ വളരെ എളുപ്പമാണ്. എപ്പോഴും പറയും, നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പറയുന്ന സംഭവമുണ്ട്, വെൻ വൈ ഈസ് ക്ലിയർ ഹൗ വിൽ ഹാപ്പൺ. എന്താണ് ക്ലിയർ ആവേണ്ടത്? എന്താണ്? വൈ ആണ്, WHY. എന്തുകൊണ്ട്? പണ്ട് പുസ്തകത്തിൽ ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അല്ലെ? നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വരണം, എന്തുകൊണ്ട് വരണം ചോദിക്കണം. എന്തുകൊണ്ട് പഠിക്കണം? ഒരു കുട്ടി പഠിക്കേണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ മിക്കവാറും പറയുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ, ഒരു കുട്ടികളോ ഒരാളോ ഇവിടെ 99% ഓഫ് ദ പീപ്പിൾ ദേ ഹാവ് സെയിം ഇന്റലിജൻസ്. പക്ഷെ പ്രശ്നം എന്താണ്? അവരുടെ ചോദ്യം വൈയിലാണ്. എന്തുകൊണ്ട് പഠിക്കണം? എനിക്ക് എന്തിനാ പഠിക്കുന്നത്? ഞാൻ വലിയൊരു MBA ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ട് അവരോട് ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ MBA ഒക്കെ ജോയിൻ ചെയ്ത്? വൈ ഓൾ ഓഫ് യു ജോയിൻ ഫോർ ദിസ് കോഴ്സ്? പല കുട്ടികൾക്കും ഇതില്ല, ഇത് കിട്ടിയതുകൊണ്ട് വന്നു. എന്തിന് നിങ്ങൾ ബിടെക് എടുക്കുന്നു? ബിടെക് എടുക്കുന്ന എത്ര പിള്ളേരെ ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നറിയോ? പല കോഴ്സ് എടുത്തിട്ട് അവർക്കൊന്നും താല്പര്യമില്ല പലതിനും. എന്തുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുക്കുന്ന അവർക്ക് അറിയുന്നില്ല. എന്നാൽ അത് എത്രമാത്രം ക്ലിയർ ആണ് എങ്കിൽ ഒരു IAS കാരൻ, ഒരു IAS, ഒരു സിവിൽ സർവന്റ് ആവണമെങ്കിൽ ആ വൈ അത്രയും ശക്തമായത് കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നേ ആണോ അല്ലയോ? വലിയ പ്രൊഫഷണൽ കോഴ്സ് ഏത് ചെയ്യുന്ന ഏതാളാവട്ടെ അത്ര എളുപ്പമൊന്നല്ല. പക്ഷെ അവർക്ക് ഉറപ്പുണ്ട് എന്താണ് വൈ എന്നുള്ളത്. നോക്കൂ, ഇവിടെ ചോദ്യം ഇതാണ്. ഈ ഒരു ചോദ്യം നമ്മളിലേക്ക് ഇങ്ങനെ വരണം, ഇങ്ങനെ കാണുമ്പോൾ വരണം, നമ്മൾ എന്തിനാണ് ഗോവിന്ദ ഭജനം ചെയ്യേണ്ടത്? നല്ലൊരു രസകരമായിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. നളിനി ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം. ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഒരു താമര എതളിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് വേഗം മനസ്സിലാവുന്നത് എന്താണ്, ചേമ്പൊക്കെ ഇല്ലേ, ഈ ചേമ്പിന്റെ ഇലയിലൊക്കെയുള്ള വെള്ളം അതിന്റെ വെള്ളത്തുള്ളികൾ ഉണ്ട് എങ്കിൽ അതിന്റെ എന്താണ് നിലനിൽപ്പ്? എന്താണ്? അത്യന്തം ചപലമാണ്. എന്തുകൊണ്ടാ? അത് ചെറിയൊരു കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഇളക്കം വന്നാൽ നമ്മളൊന്ന് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? താഴേക്ക് വീഴാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും അത്യന്തം എന്താണ്? എപ്പോഴാ ഇതുണ്ടാവുക? അനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി വ്യാധി അഭിമാനഗ്രസ്തം, രോഗവും ദുരഭിമാനവും ദുഃഖവും പിടിപെട്ട് നരകിക്കുന്നതാണ് ഈ ലോകം എന്ന്
ഈ ഒരു സത്യം പറഞ്ഞു തരുവാണ്. ഇത് ശരിക്കും ഒരു ഉപദേശ ഗ്രന്ഥമാണ്, ഉപദേശമാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ട് ഗോവിന്ദനെ ഭജിക്കണം ചോദിച്ചാൽ ഈ ഉപദേശം കേൾക്കണം നമ്മൾ. കാരണം ഇവിടെ ഇതൊന്നും നിലനിൽക്കുന്ന സാധനമല്ല. എങ്ങനെയാണ്? നളിനി ദളഗത ജലമതി തരളം, അത്രമാത്രം നമ്മൾ ഇന്നിപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷം കണ്ട പല ആൾക്കാരെ നമ്മൾ ഇപ്രാവശ്യം കാണുന്നില്ല, ആണോ അല്ലയോ? അത്രമാത്രം എന്താണ്? അനിശ്ചിതത്വമാണ്. ഓൺലി certain thing ഈസ് അൺസർട്ടനിറ്റി എന്ന് പറയും. ഇവിടെയുള്ള ഒറ്റ ഒരു കാര്യം എന്താണ്? നമുക്ക് certain ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അൺസർട്ടനിറ്റി മാത്രമാണ്. ഓൺലി കോൺസ്റ്റന്റ് തിങ് ഈസ് ചേഞ്ചസ് എന്ന് പറയും. മാറ്റമാണ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം. എന്താണ്? ഒറ്റ കാര്യമാണ് എന്തുള്ളത്? നിശ്ചയമായിട്ടുള്ളത്. എന്താണ്? അനിശ്ചിതത്വമാണ്. അങ്ങനെ ഈ നളിനി ദളഗത ഒരു ചിത്രം കാണിച്ചു തന്നിട്ട് പറയുവാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥ കാണിച്ചിട്ട് നമ്മളോട് പറയുവാണ്, ഈ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ എന്താണ്? അത്യന്തം ചപലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഓംകാരമായ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനെ താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. നോക്കൂ, ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും എങ്ങനെയാ ഇതുള്ളത്? ഒരു ഉദകപ്പോള പോലെ, ഒരു വെള്ളത്തിലുള്ള ഒരു കുമിള പോലെ ഉള്ളൂ എന്തുള്ളത് ഈ ജീവിതം എന്ന് പറയും. കഠോപനിഷത്തിൽ ഗംഭീരമായിട്ട് പറയും. എന്താണെന്നറിയോ? സംസാരം എന്താണ്? ഈ സസ്യങ്ങൾ ജനിക്കുകയും മരിക്കുകയും, സസ്യങ്ങൾ ഉണ്ടാവുന്നു, ഒരു വെണ്ടത്തൈ ഉണ്ടാവുന്നു, അതിങ്ങനെ വരുന്നു, ഉണ്ടാവുന്നു, അത് ഇങ്ങനെ പോകുന്നു, ആണോ അല്ലയോ? കുറച്ച് ദിവസം ഇങ്ങനെ കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നു, അത് പോകുന്നു. അതുപോലെ എന്തുള്ളത് ഈ ജീവിതം എന്ന് പറയുന്നതാണ്. എന്താ പറയുന്നേ? എപ്പോഴാ ഇല്ലാതാവുക? നമുക്ക് തന്നെ ഇപ്പൊ എല്ലാ പേപ്പറിലും മിക്കവാറും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസം ചരമകോളം ഫ്രീ ആയിട്ടുണ്ടോ? ഉണ്ടോ? എത്ര അവിടെയൊക്കെ പറ്റാത്ത സംഭവമുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? എന്താ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വളരെ കൂടുന്നു, ആണോ അല്ലയോ? ഒരു അസുഖവും ഇല്ലാത്ത ആൾക്കാരനെ എന്ത് ചെയ്യുന്നു? ഒരസുഖവും ഇല്ല, നല്ല ഹെൽത്തിയാണ്, ഹെൽത്തി കോൺഷ്യസ് ആണ്, വളരെ നടക്കും, ഓടും, എല്ലാ കാര്യങ്ങളും ചെയ്യും, ഫുഡൊക്കെ അങ്ങനെ കഴിക്കുള്ളൂ. ആ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും എന്താണ് എപ്പോഴാ ഇതുണ്ടാവുകയെന്ന് ആർക്കും ഉറപ്പുണ്ടോ? ഭഗവാൻ പറയുന്നു, ലോകം ശോകഹതഞ്ച സമസ്തം. ഈ ലോകം എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളതൊന്നല്ല എന്ന് പറയാം. ഈ ലോകത്ത് എന്തുണ്ട്? ധാരാളം വിഷമങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞതായ ലോകം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിയണം എന്ന് പറയാം. എങ്ങനെ ഇത് അറിയാം? ഒരാളിന്ന് നല്ല രസകരമായിട്ട് ഒരാൾ പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളൊരാള് ഡൽഹിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഏത് വണ്ടിക്ക് കയറും? ഇവിടുന്ന് കണ്ണൂരിന്ന് നമ്മള് മംഗളക്കോ ഏതിനും കയറി വരിക്കാം. ഡൽഹിയിലേക്ക് നമ്മൾ വണ്ടി ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ നല്ല ടിക്കറ്റ് ഒക്കെ എടുത്തത്, AC ടിക്കറ്റ് ഒക്കെ എടുത്തു എല്ലാവരും എടുത്തു. എനിക്ക് എല്ലാം വലിയ ബാഗെല്ലാം എടുത്ത് നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നപ്പോഴെന്തായി? നമ്മളെ സീറ്റ് കണ്ടപ്പോൾ നമുക്ക് വല്ല സന്തോഷമായി. പക്ഷെ നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യും? അവിടെ നിന്ന് കുറെ ആൾക്കാർ സംസാരിക്കും, വർത്താനം ഒക്കെ പറയും, കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ എന്ത് ചെയ്യും? ഇറങ്ങി വെള്ളം വാങ്ങും. ഈ ഇറങ്ങി വെള്ളം വാങ്ങിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ എന്താ ഉള്ളേ? ഉള്ളിന്റെ ഉള്ളിൽ എവിടെയുണ്ട്? എവിടുത്തെ യാത്ര എവിടെയാ? എന്നാ പിന്നെ അവിടെ തന്നെ ഇറങ്ങിയാ മതിയാ? ഗോവയിലെത്തിയോ? ഗോവയിൽ നിന്ന് പിന്നെ ഒന്ന് ചുറ്റിക. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എവിടെ ഇറങ്ങുമ്പോഴും എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഡൽഹി എന്ന് പറയുന്ന ഒരു ലക്ഷ്യബോധമുണ്ട്, ആണോ അല്ലയോ? ഇതുപോലെ തന്നെ ഭഗവാൻ പറയുന്നു, നമ്മൾ ഈ ലോകത്ത് എന്ത് തന്നെ ചെയ്യട്ടെ, ഈ ലോകത്ത് ഏതൊക്കെ രീതിയിലുള്ള വ്യവഹാരങ്ങൾ നമ്മൾ ഏർപ്പെടട്ടെ, പക്ഷെ അവിടെയൊക്കെ എന്ത് വരണം? നമ്മളെ ഉള്ളിൽ ഈ ലക്ഷ്യബോധം വേണം. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത്?
ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത്, അതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്നു, വാങ്ങുന്നു, സാധനങ്ങൾ പരിചയപ്പെടുന്നു, ആൾക്കാരെ പരിചയപ്പെടുന്നു, ചില ആൾ ഇറങ്ങിപ്പോവും, അതിൻ്റെ ഇടയിൽ ചില ആൾ കയറും, ആണോ അല്ലയോ? കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, ചില ആൾക്കാർ പരിചയപ്പെട്ട ആൾക്കാർ ഉണ്ടാവില്ല, പല പല സ്റ്റോപ്പിൽ ചിലപ്പോൾ ഇറങ്ങും, വെള്ളം മണിക്കും, നമ്മൾ കയറും, ഭക്ഷണം കഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും, ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മളെ ഉള്ളിലുള്ള എന്ത് വേണം? ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് അറിയണം എന്നുള്ളതാ പറയാം. അതിനെന്ത് വേണം? ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ, ഭജിക്കൂ ഗോവിന്ദനെ. ശ്രീനാരായണ ഗുരുദേവൻ ഭയങ്കരമായിട്ട് ഈ ലോകത്തിന്റെ ഒരു ഗംഭീരമായിട്ട് ഇങ്ങനെ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. വേതാള നഗരത്തോടാ ഉപമിക്കുന്നത്. ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം തഥാ തദൈവ വിശ്വമഖിലം വ്യഗരോദത്ഭുതം വിഭു. ഈ ലോകം എന്ന് പറഞ്ഞാണ് ഒരു വേതാള നഗരം പോലെയാന്ന് പറയാം. ഒരു മായാ പ്രപഞ്ചം തന്നെയാണ്. ഇവിടെ എന്തുണ്ട്? ഇതിനെ വലിയ രീതിയിൽ എന്തുണ്ട്? അത്ര ഒരു അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ എന്നിട്ടും എന്തറിയൂ, ഭഗവാൻ പറയുന്നു, ലോകം ശോകഹതം ച സമസ്തം. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യൂ? ലോകത്തെ എന്ത് ചെയ്യണം? ഈ ലോകത്തെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു കിളിയെ, ഒരു പക്ഷി ഒരു മരത്തിൽ വന്നിരിക്കുക. ഈ മരത്തിൽ വന്നിരിക്കുന്ന കൊമ്പിനെയാണോ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ പക്ഷി ഏതിനെയാ ആശ്രയിക്കുക? പക്ഷിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിറകാണ്. ഈ ചിറകിന്റെ ശക്തി അതിന് ബോധ്യമുണ്ടെങ്കിൽ ഏത് കൊമ്പിലിരുന്നാലും എന്തുണ്ടാവില്ല? പേടിക്കേണ്ട ആവശ്യമില്ല. ആണോ അല്ലയോ? നമ്മുടെ ശക്തി കൂട്ടാനാണ് ഭഗവാൻ എന്ത് പറയുന്നേ? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുകൃഞ്യകരണേ നളിനീദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. അതുകൊണ്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. രോഗമുണ്ടോ? അതിനെ ഉൾക്കൊള്ളണം. വ്യാധിയുണ്ട്, ദുഃഖമുണ്ട്, ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മള് ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് തോന്നണം. എന്നിട്ടും ഇതല്ല നമ്മുടെ ലക്ഷ്യം. ഇതിലൂടെ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കൂ, അതിനുശേഷം ഭഗവാൻ പറയുന്നു, യാവത് വിത്തോ പാചന സക്ത താവത് നിജപരിവാരോ രക്തഃ പശ്ചാത് ജീവതി ജർജര ദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. നോക്കൂ, നമുക്ക് യാവത് വിത്തോ പാർജന സക്ത, ആർക്കാ വില ഉണ്ടാവുന്നേ? ആർക്കാണോ, എപ്പോഴാണോ, എത്രമാത്രം ധനം സമ്പാദിക്കാനുള്ള കഴിവുള്ളിടത്തോളം എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും എന്ത് ചെയ്യും? സുഖാന്വേഷണങ്ങൾക്ക് അന്വേഷിക്കും. നമ്മളെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നോക്കൂ, യാവത് വിത്തോ പാർജനസക്ത താവത് നിജപരിവാരോ രക്തഃ പശ്ചാത് ജീവതി ജർജര ദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. എന്നാൽ ഈ ശരീരം ക്ഷയിച്ചു, ഈ എന്താണ്, ഒരിക്കലും ഒരു ധനമൊന്നും ഉണ്ടാക്കുന്നില്ല, റിട്ടയർ ഒക്കെ ആയി, പൈസയൊന്നുമില്ല, എല്ലാം എഴുതി കൊടുത്തു, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പം ഈ ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോവാ. ഇലക്ഷനിൽ മന്ത്രി ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരോട് കൂടുതൽ ഉണ്ടാവും. സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ, ഒഴിവാക്കുവാണെന്ന് പറഞ്ഞാൽ അവരോട് കൂടുതൽ ആ പഴയ ബഹുമാനം കിട്ടുമോ? അവർക്ക് കിട്ടുമോ? നോക്കൂ, ഇനിയിപ്പോ റിട്ടയർ ആയി വരുന്നു ഒന്നുമില്ല എന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ ചില ഭാര്യമാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാ. എന്തിനാണ് ഇപ്പം വരുന്നത്? 40 കൊല്ലായി ഗൾഫിൽ, എന്നിട്ടും ഇപ്പം വരുന്നതിന് വലിയ ഇഷ്ടമില്ല. ഈ കൂട്ടത്തിൽ ആരുമല്ലേ അങ്ങനെ വിചാരിച്ചേക്കാം. തമാശ പറയുന്നവൾ എന്ന് ഞാൻ ഇപ്പോഴേ വരണ്ട്, മോളെ കല്യാണം കഴിഞ്ഞുവാ, സ്വർണത്തിന് എത്ര പൈസ. ഇത് ചങ്ങായിക്ക് നാട്ടില് ആ കാറ്റെല്ലാം കൊണ്ട് ഈ നാട്ടിൽ അങ്ങനെ കുബൂസും കഴിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നാ ഈ നാട്ടിലെ ദോശ അന്ന് അതൊന്നല്ല, എപ്പാ പോകുന്ന ചോദ്യം വന്നിട്ട്. എന്നിട്ട് എന്താണ്
പട്ടാളത്ത് നിന്ന് ഇങ്ങനെ ബോംബും ഇതെല്ലായിട്ട് അങ്ങനെ ഇതെല്ലായിട്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് സെക്യൂരിറ്റി പണി, ATM നോക്കല്. എന്നിട്ടും വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് വരുമോ, ഒരു ക്ലാസ്സിലേക്ക് വരുമോ? ഇതെപ്പോ ഇന്നലെ നമ്മൾ ചോദിച്ചു, എന്താണ്? ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താമഗ്ന. ആണല്ലയോ? റിട്ടയർ ആയി കഴിഞ്ഞാൽ എന്താണ്? ചിന്തയോട് ചിന്തയാ. ആണല്ലയോ? പരമേ ബ്രഹ്മണി കോപിനസക്ത. എപ്പോഴാടോ ഈ സമയം എന്നാ ചോദിക്കുന്നേ? ഇതിനല്ല എപ്പാ സമയം എന്ന് ചോദിക്കുന്നേ. ചോദ്യം ഇതാണ്. ഇത് മറ്റുള്ളവരുടെ പഠിപ്പിക്കേണ്ട വിദ്യയാണോ ഇത്? നോക്കൂ, ഈ ഒരു സത്യം കുറച്ചൊരു വിഷമുള്ളൊരു സത്യമാണിത്. യാവത് വിത്തോപാർജന സക്ത. എപ്പോഴൊക്കെയാണോ ധനം നമുക്ക്, ധനം എന്ന് പറയുന്നത് പലതരത്തിലാട്ടോ, പലതരത്തിൽ ധനമാണ്. നമ്മളുടെ ശക്തി കൊണ്ട് നല്ല ആരോഗ്യമുണ്ട്, അല്ലെ എന്ത് ചെയ്യാം, ഇഷ്ടംപോലെ പണം ബിസിനസ് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഈ ദേവി മഹാത്മ്യത്തിലെ സമാധിയുടെ ഒരു കഥയുണ്ടല്ലോ അല്ലെ? സമാധി എന്നുള്ളൊരു വൈശ്യൻ അവിടെ എന്ത് ചെയ്യുന്നു, തൻ്റെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാണ്. ബിസിനസ്സൊക്കെ ഭാര്യയും മക്കളൊക്കെ എടുക്കുവാണ്. സുമേധ ഋഷിന്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് ദേവി മഹാത്മ്യം ഉണ്ടായത്. മഹർഷിയാണ് പറയുന്നത്, ഇതൊക്കെ എന്താണ് മോനെ, ഈ ദേവിയുടെ എന്താണ് ഒരു മമമായ ദുരത്യയ, ദേവി ഹേഷാ ഗുണമയി മമമായ ദുരത്യയ. അതിനുശേഷമാണ് എന്തുള്ളത്, ദേവിയുടെ ചരിത്രങ്ങൾ വർണ്ണിക്കുന്ന ഏറ്റവും വിശിഷ്യമായ ദേവി മഹാത്മ്യം കഥ പറഞ്ഞു കൊടുക്കുന്നത്. 3 കഥകളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാതൊക്കെ അല്ലെ? അപ്പോ അവിടെ ഈ വിഷമങ്ങളും വേദനകളും മനസ്സിലാവണമെങ്കിൽ ഈ സത്യം അറിയണം. എത്രമാത്രം കാലം നമുക്ക് ഈ നമ്മൾ വരുമാനമുള്ളവര്, പണം ഉള്ളവര്, ബിസിനസ്സുകാരൻ നോക്കോ, ഒരു ബിസിനസ്സുകാരനൊക്കെ വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ? എവിടെ എന്തുണ്ട്? സ്ഥാനമുണ്ട്. ആണോ അല്ലയോ? അവർക്ക് എന്തോ എങ്ങനെ, അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, മക്കളോട് പോലും. അച്ഛനും അമ്മയും ചില ആൾക്കാർ അങ്ങനെ പറയുന്നത്, നീ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ. ആണോ അല്ലയോ? ഇന്ന് കുട്ടികളുടെ ഒരു സൈക്കോളജി എന്താ അറിയോ? ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ല, പക്ഷെ അവർക്ക് ധാരാളം പൈസ കിട്ടുമാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ആഗ്രഹം എന്താ? അവർ ഏറ്റവും കുറവിൽ ഏറ്റവും കൂടുതൽ പൈസ എങ്ങനെ ഉണ്ടാക്കാം? പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കഷ്ടപ്പെടാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ ഒരു താല്പര്യമില്ല അവർക്ക്. കുട്ടികൾ ഏത് രീതിയിലാണ് പോകുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചു നോക്കും, അവരെ ഒരു താല്പര്യവും കുറഞ്ഞു വരുന്നു. ഉത്തരവാദിത്വം ഇല്ല, താല്പര്യവും കുറയുന്നു. പക്ഷെ അവർക്ക് എന്ത് വേണം? അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏത് രീതിയിൽ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ റാഞ്ചാൻ പറ്റുന്നത്. എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? അവരിലെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ എന്താണ് തീവ്രവാദികൾക്കോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരെ അടുപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം നീ ചെയ്താൽ മതി, ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത്ര ആക്കാം. നോക്കൂ, യാവത് വിത്തോപാർജന സക്ത. അങ്ങനെ പറയുമ്പോഴെന്താ പറയാ? നമുക്ക് എത്രമാത്രം രീതിയിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കുള്ള ധനമാണോ സമ്പാദിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം. ഏത് ധനമാണ് നമ്മൾ സമ്പാദിക്കുന്നത് എന്നുള്ളത് ഓരോ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രമാത്രം കഴിവുണ്ടോ അത്രമാത്രമേ വിലയുള്ളൂ. നിങ്ങളുടെ വീട്ടിലൊരു നല്ല പൈസക്കാരനുണ്ടോ? ആ കുടുംബത്തിലെ ഏറ്റവും നല്ല പൈസക്കാരനാണെങ്കിൽ അയാളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. ആണോ അല്ലയോ? മോളെ കല്യാണം ഒരാൾ വന്നിട്ടുണ്ട് കേട്ടാ, ആ അമ്മാവനോടേ പറയുള്ളൂ. മറ്റേ അമ്മാവനുണ്ട്, ജോലിയൊന്നുമില്ല, റബ്ബർ വെട്ടാണ്, ഒരു പണിയൊന്നുമില്ല. അയാള് എന്നാ പിന്നെ മറ്റാളെന്താണ്, ആ സ്വാമി ഇല്ലെങ്കിലും ഗൾഫിലേക്ക് വിളിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവര് വന്നിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ആണോ അല്ലയോ? ഇനി അവര് വന്ന് പോയ അന്നേരം തന്നെ വിളിക്കുകയും ചെയ്യും. എന്തിനാണ്? കിട്ടുന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എന്നാ അയാള് പറയുന്നത് എന്നാ പിന്നെ എന്തൊക്കെ ഇപ്പൊ ഒന്നുമില്ല, എന്നാ പിന്നെ വിളിയണ്ട. യാവത് വിത്തോപാചന സക്ത താവത് നിജപരിവാരോ രക്ത. ഇന്ന് നോക്കൂ, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സ്ഥലം കേരള.
ഇവരൊക്കെ ധാരാളം പൈസ ഉള്ള ആൾക്കാരാണോ? ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഇപ്പൊ ഉണ്ടോ? അവിടെ ഫുള്ള് എഴുതി വെച്ചേക്കരുതേ, ഫുൾ കൊടുക്കണ്ട. എഴുതി വെക്കുവാണെങ്കിൽ തന്നെ ആ മരണശേഷമൊക്കെ വെച്ചാൽ മതിയേ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവട്ടെ ഈ സത്സംഗത്തിന് വന്നിട്ട്. നിങ്ങളെ മക്കള് കുറച്ചെല്ലാം കൊടുത്തോ, പക്ഷേ എങ്കിൽ ഫുള്ള് കൊടുക്കണ്ടെന്ന് പറയും. കാരണം പല ആശുപത്രിയിലും പല ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഏതായാലും ഇത്ര വയസ്സായില്ലേ, ഇപ്പൊ ഇനി ഇത്ര ലക്ഷം വേണം എന്ന് അവൻ വേണമെന്ന മക്കൾ തന്നെ ചോദിക്കും. ആണല്ലയോ? യാവത് വിത്തോപാർജന സക്ത, പല രീതിയിലും ഈ നല്ല അധികാരത്തിന്റെ നിൽക്കുവാണെങ്കിൽ അയാൾ എത്ര മോശക്കാരാണെങ്കിൽ അയാൾ കൂടെ എത്ര ആളുണ്ട്, ആണല്ലയോ? ഇല്ലാത്ത ആൾക്കാരോട് വർത്താനം പറയാനോ മൈൻഡ് ചെയ്യാനോ ആൾക്കാരില്ല. ഒരു അച്ഛൻ വളരെ വേദനയോട് കൂടി ഒരു മൊബൈൽ കടയിൽ പോയിട്ട് ചോദിക്കുകയാണ്, മോനെ എൻ്റെ മൊബൈലിൽ ഇപ്പൊ ഇങ്ങോട്ട് കോളൊന്നും വരുന്നില്ല, ഇൻകമിങ് കോളില്ല. എന്താ ഇതിന് പ്രശ്നം? മക്കള് വിളിക്കുന്നില്ല, മക്കള് പിന്നെ എങ്ങനെ വരുക? മനസ്സിലായോ? ആരും വിളിക്കാത്തോണ്ട. ഫോണിന് ഒരു പ്രശ്നമില്ല, ഫോണിന്റെ പ്രശ്നമല്ല. എന്താണ്? പല പല സങ്കടങ്ങളാ, വിഷമങ്ങളാ. ഇന്നത്തെ മക്കളോ കാര്യങ്ങളോ അധികം പ്രതീക്ഷിക്കാൻ ഇനി വകയുണ്ടോ എന്ന് പോലും. കാരണം നമ്മൾ ഈ ആധ്യാത്മിക ഇതിലുള്ള അടിസ്ഥാനമായിട്ടാണ് പഠിപ്പിച്ചതെങ്കിൽ മാതൃപഞ്ചകം പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ അമ്മയെ ഒരിക്കലും കൈവിടില്ല. കാരണം അമ്മയും അച്ഛൻ കൊണ്ട വെയിലാണ് എൻ്റെ ശക്തി എന്നറിയുന്ന ഒരാള്, ഒരു മകൻ തൻ്റെ അച്ഛനെ വിടില്ല. തൻ്റെ അമ്മയുടെ ആ വേദനകൾ അനുഭവിച്ച് ആ വിഷമങ്ങൾ മനസ്സിലാക്കിയ ഒരു മകള് കണ്ടവന്റെ കൂടെയോ കാണാത്തവന്റെ കൂടെയോ പോവോ? തൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ആ ഒരു വിഷമങ്ങൾ മനസ്സിലാക്കി മനസ്സിലുണ്ട്, ശരിക്കും ഉണ്ട് എങ്കിൽ അവര് വിടില്ല. മാതൃപഞ്ചകം പഠിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദരെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിട്ട് തന്നെ ആ വിഷമങ്ങൾ മുഴുവനായിട്ട് എഴുതാം. ആ കുട്ടി തള്ളേന്ന് വിളിക്കില്ല. ഇപ്പൊ ചുക്കിച്ചുളഞ്ഞ ശരീരമൊക്കെ ആയിരിക്കും ഈ അമ്മക്ക്, എന്നാലും എന്ത് ചെയ്യും? ആ സ്നേഹം പണ്ട് എങ്ങനെയാണോ ആ ജീവന്റെ ശക്തി കിട്ടിയത്, അതേ ശക്തിയിൽ എന്ത് ചെയ്യും? ആ അമ്മയെ സ്നേഹത്തോടു കൂടി നോക്കും. ആണോ അല്ലയോ? നമ്മൾ ഏത് കൊടുക്കണം? എത്ര നല്ല വിദ്യാഭ്യാസം കൊടുത്തോളൂ, എത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തോളൂ, അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ഈ അമൃതരസമാകുന്ന ഈ ശാസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികള് പഠിക്കണം, പഠിച്ചിരിക്കണം. അതിന് കുറ്റായിരിക്കാം നമുക്ക് തന്നെയാണ്. നമ്മളത് പഠിപ്പിക്കാറുണ്ടോ? നമ്മൾ എടുത്തു കൊടുക്കാറുണ്ടോ? നമ്മളൊരു ഒരു ഗ്രന്ഥം അവർക്ക് കൊടുക്കാറുണ്ടോ? നമ്മൾ ഏതെങ്കിലും നിർബന്ധിച്ച് അവരെ ട്യൂഷൻ അയക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സത്സംഗത്തിലൊക്കെ അയക്കാറുണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമുക്കറിയണ്ടേ? നമ്മളിത് പഠിച്ചിട്ടുണ്ടോ? അത്ര എളുപ്പമല്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊന്നും അത്ര എളുപ്പമുള്ള കാര്യം തന്നെ ഒന്നും. ജ്യോത്സ്യർ പറയായിരുന്നു, എത്രയോ വർഷത്തെ പഠിത്തത്തിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാർ ഇവിടെ വന്ന് പറയാന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു നിധിയാണ്. എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു അവസരമാണ് ഇത്, ഈ സത്സംഗത്തിന് പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കുട്ടികളെ നമ്മളെ വിടണ്ട എങ്കിൽ കുട്ടികൾക്ക് ജീവിത മൂല്യങ്ങളെ കുറിച്ചിട്ട് അറിയേണ്ട കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം? പഠിപ്പിക്കണം, ചെയ്യണം. വീട്ടിലൊരു ധ്യാനം ഉണ്ടോ? ഒരു ജപമുണ്ടോ? ഒരു വിഷ്ണു സഹസ്രനാമോ ലളിത സഹസ്രനാമോ നമ്മൾ ചൊല്ലിപ്പിക്കുന്നുണ്ടോ? ഭഗവത്ഗീത എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഭാഗവതത്തിൽ എന്തെങ്കിലും അവിടെ ചൊല്ലുന്നുണ്ടോ വീടുകളിൽ? നോക്കൂ, ഈ ശാസ്ത്രം എത്രമാത്രം നമുക്ക് ധൈര്യം നൽകുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാണ്. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. വേറൊരു കാര്യം കാണിച്ചു തരുക. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ. എത്ര കാലം ഈ ശരീരത്തില് വായു ഉണ്ടോ,
അത്രയും കാലം എന്ത് ചെയ്യുള്ളൂ, ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുശലൊക്കെ ചോദിക്കുള്ളൂ. എന്നാൽ ഗതവതി വായോ ദേഹാപായേ ഭാര്യാബിഭ്യതി തസ്മിൻ ഗായേ. എന്നാൽ ഈ ദേഹത്തിൽ ഈ പ്രാണൻ പോയി കഴിഞ്ഞാൽ, ഇന്നലെ ഒരുമിച്ച് കിടന്നതാ ഭാര്യ, അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ആള് പോയി, കാറ്റ് പോയി എന്നല്ലേ എന്താ പറയാ, പിന്നെ ഭാര്യ അന്നിട്ട് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക, പേടിച്ച് നില വിളിക്കല്ലേ. ഈ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ ഭാര്യനെ നോക്കി ചിരിച്ചാലോ, എന്തായിരിക്കും അവസ്ഥ? അപ്പം തന്നെ ബോധം കണ്ടിട്ടുണ്ടോ? ആണോ അല്ലയോ? അത്രയും സ്നേഹമാണ് പറഞ്ഞാൽ ഈ ചെതലെടുക്കാൻ നോക്കുമ്പോൾ ഒരു കണ്ണ് ഇറക്കിയിട്ട് കാണിക്കല്, ഭാര്യ എന്താവും അപ്പം തന്നെ ബോധം കെട്ടുപോകും. ആണോ അല്ലയോ? ഏതോ ഒരു ശക്തി ഈ പ്രാണൻ ഉള്ളത് വരെ എന്തുള്ളൂ, കുശലം പോലും ചോദിക്കുള്ളൂ. ഉള്ളപ്പോ എന്താണ് എന്നോട് ഈ ചീത്ത പറയുന്ന, അടി കൂടുന്നതും ആരാണ്, എന്തുള്ളത് കൊണ്ടാണ്? വഴക്കാണെങ്കിലും അടിയാണെങ്കിലും ഇടിയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൽ എന്തോ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് എന്തല്ലേ ഈ വർത്താനം പോലും പറയുന്നത്. എന്നാൽ ഇത് പോയതിനു ശേഷമല്ല, ഇത് ഉള്ളപ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഉള്ളത് കൊണ്ടാണ് എന്തുള്ളത് എഴുന്നേറ്റ് നടക്കുന്നത്, ചെയ്യുന്നത് എന്ന് നമുക്കറിഞ്ഞാൽ ആധ്യാത്മികതയുടെ മൂലമായി. യാജ്ഞവൽക്യ മഹർഷി എപ്പോഴും അദ്ദേഹം ശിഷ്യന്മാരോട് പറയും, എപ്പോഴും നിങ്ങൾ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ എന്നിട്ട് പോലും ഒരിക്കൽ പോലും നിങ്ങളിത് അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അത് ഈ ഉറക്കമാണ്. ഉറക്കത്തിൽ നമ്മൾ ആരെയും ഒന്നും അറിയുന്നില്ല, പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഉണരുമ്പോൾ ഏതിന്റെ തേജസ്സിലാണ് നമ്മളത് ഉണരുന്നേ? മുഹമ്മദ് ബഷീർ പറയും, ഒരു ദീർഘമായിട്ടുള്ള ഉറക്കമാണ് മരണം. ഒരു ദീർഘമായിട്ടുള്ള ഉറക്കായി കഴിഞ്ഞതേ അത് മരണമായി. യാവത് നിവസോ എന്താണ് പവനോ നിവസതി ദേഹേ, ഈ ശരീരത്തില് പല പല പ്രാണനുണ്ട്. 5 മുഖ്യ പ്രാണനുണ്ട്, 5 ഉപപ്രാണന്മാരുണ്ട് എന്ന് പറയും. അതിലേക്കൊന്നും വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. എന്നാൽ പോലും ഏത് ഈ പ്രാണനുള്ള സമയം വരെ എന്ത് ചെയ്യുള്ളൂ, ഈ ശരീരത്തിന് വിലയുള്ളൂ. വെറും 0 0 0 ഇട്ടാൽ വിലയുണ്ടോ? അവിടെ 1 ഇട്ടതിന് ശേഷമുള്ള ഒരു പൂജ്യമാണെങ്കിലോ, ഈ 1 മാറ്റിയാലോ അല്ലേ? ആ 1 ഈ മുഖ്യ പ്രാണൻ. ആ പ്രാണൻ ഉള്ളത്തോളം എന്തുള്ളൂ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ശരീരമാണോ? ചോദ്യം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ ശരീരത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്? ആണോ? ഒരു ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട സാധനമാണ്. ശരീരത്തിനെയാണോ ചെയ്യുന്നെങ്കിൽ ആ ശരീരം അവിടെ ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ശരീരത്തെ നിലനിർത്തുന്ന ശരീരിയാണെന്നുള്ളത്. ശീര്യതേ ഇത് ശരീരം, ദഹ്യതേ ഇത് ദേഹം, ദഹിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ആരെയാ? ആ ശരീരത്തെ ആണോ? എങ്കിൽ ആ ശരീരം അവിടെ ഉണ്ടല്ലോ. പക്ഷെ എന്താണ് അതിന്? ശരീരത്തിനെ നിലനിർത്തുന്ന ആ ഭഗവാനാണ്. അതെല്ലാവരിലും ഉണ്ട്. ആണോ അല്ലയോ? യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യട്ടെ? ഭജിക്കൂ ഗോവിന്ദനെ. ഗോവിന്ദനെ തന്നെ ഭജിക്കൂ. ഗോവിന്ദ ഭജനം ഇല്ലാതെ എന്തില്ല? ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഗോവിന്ദ ഭജനത്തിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ എന്താണ്?
നിലനിൽപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ വളരെ അനിശ്ചിതമാണ്. ശിവഗുരു തൻ്റെ ശിവഗുരു ആണെന്ന് തന്നെയാണ് പൊതുവെ കാണുന്നത്. എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ആളും ചോദിക്കണം. ശിവഗുരു പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ അങ്ങ് മഹാഭാരതം തുടങ്ങും. ഇത് നമുക്കിതൊരു രസകരമായിട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഈ നമ്മുടെ ജീവിതത്തിന്റെ ചക്രം എന്ന് പറയുന്നത് എന്താണ്? ആചാര്യന്മാർ ഗംഭീരമായിട്ട് നമുക്ക് ആ 4 ആശ്രമ വ്യവസ്ഥയിൽ നിന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? അല്ലെ? ബ്രഹ്മചര്യം എന്നുള്ളതാണ്. ഒരു 10-25 വയസ്സ് വരെയൊക്കെ എന്താണ്? പഠിക്കുക, പഠിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും അവരുടെ ലക്ഷ്യം തന്നെ. എന്താണ്? പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കുക എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് 2 തരം പഠനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാ ഡിഗ്രികളും എടുത്തോളൂ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യട്ടെ? നമുക്കിതിനൊരു ശക്തി കിട്ടാൻ എന്ത് വേണം? നമ്മുടെ ആത്മീയ പഠനം വളരെ 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 അത്യാവശ്യം. ഇല്ലാത്തത് കൊണ്ടാണ് എന്തുള്ളത്? ഒരു ഉറപ്പോ ഒരു ശക്തിയോ ഒന്നും ഇല്ലാത്ത. എന്താ പിള്ളേർക്കൊന്നും ശക്തിയൊന്നും ഇല്ല കേട്ടാ. പുറമെ കുറെ വെല്ലുവിളിക്കും, അടി കിട്ടി അവരുടെ ഭാവമൊക്കെ കണ്ടാൽ അവരൊക്കെ ഒന്ന് തൊട്ടാൽ മതി. അവരെ ഒന്ന് ജസ്റ്റ് അവരുടെ ഹൃദയത്തിൽ തൊട്ടിട്ട് മോനെ നിനക്കെന്താ ഇത്ര വിഷമം ചോദിച്ചാൽ മതി. അപ്പൊ കൊളാപ്സ്ഡോ. മോളെ നിനക്കെന്താ നിന്റെ പ്രശ്നം എന്ന് ആത്മാർത്ഥമായി ചോദിച്ചാൽ ആ കുട്ടി കരിയപ്പോൾ. ഇതിന്റെ അനുഭവത്തിൽ നിരവധിയാണ്. അത്രമാത്രം ആഹ്ലാദിക്കുന്ന, ഈ ഭയങ്കര ആഹ്ലാദിക്കുന്ന എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങേയറ്റം എന്താ അറിയോ, ഒരു വളരെ വിഷമിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. അവർക്കൊന്ന് തൊട്ടാൽ മതി. അവരൊക്കെ പുറമേ ഇങ്ങനെ കാണിക്കുന്ന സാധനമേ ഉള്ളൂ. അവരിങ്ങനെ ഒരു കഥ പറയും. എൻ്റെ സാറേ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മക്ക് വേണ്ട, എൻ്റെ അച്ഛനും വേണ്ട, ഇതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ എൻ്റെ അവസ്ഥ പുറമേ ഉള്ളതുപോലെ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ കഥ തുടങ്ങും. ആണല്ലോ? ഇത്രയും വലുതായിട്ട് അമ്മമാര് മക്കളൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും ഇല്ലാത്ത മക്കളാണ്. നിനക്ക് എന്തിന്റെ കുറവ് ചോദിച്ചാൽ എന്താണ്? ഒരുപാട് കുറവുണ്ട്. അമ്മയുടെ അച്ഛന്റെ കൃത്യമായിട്ടുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാ പല ആൾക്കാർ പറഞ്ഞത്. അനുഭവത്തിൽ ഫീൽ ചെയ്യുമ്പോഴാണ് അവിടെ കാര്യം ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എന്ന് അപ്പൊ ഈ ആശ്രമത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. നമ്മൾ ആ സമയത്ത് പഠിക്കണം, നന്നായിട്ട് പഠിക്കുക. അതിനുശേഷമുള്ള എന്താണ്? ഗാർഹസ്ഥ്യമാണ്. ഒരു ഗൃഹസ്ഥനാവുന്ന അവസ്ഥ. അവിടെ ഗാർഹസ്ഥ്യ ധർമ്മം നന്നായിട്ട് ചെയ്ത്, നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് ജോലി ചെയ്ത്, നന്നായിട്ട് സമ്പാദിക്കണം. ഏകദേശം എപ്പോഴാണ് തീരുക എന്ന് പറഞ്ഞതാണ്? എപ്പോഴാണോ മുത്തശ്ശിയാവുന്നത്, എപ്പോഴാണോ മുത്തശ്ശനാവുന്നത്, അപ്പോഴൊക്കെ എന്താണ്? ഗാർഹസ്ഥ്യം തീരുന്നു. അടുത്ത സ്റ്റേജ് ഏതാ? എവിടെ പോണം? പോവാ? റെഡിയാണോ? വാനപ്രസ്ഥം. ഇപ്പൊ കാട്ടിലൊന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ കാട്ടിൽ പോകണമെങ്കിൽ മുൻകൂട്ടി ബുക്കെല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നേ? ഈ വാനപ്രസ്ഥത്തെ ഉദ്ദേശിക്കുന്നത് എന്താ? കുറച്ച് ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റാച്ച് ടു ദ വേൾഡ് ആൻഡ് അറ്റാച്ച് ടു ദ ഗോഡ് എന്ന് പറയും. അധികം ഈ ഒട്ടലുകൾ എന്ത് ചെയ്യണം? കുറച്ച് കുറക്കണം എന്ന് പറയും. ഇങ്ങനെ സ്വത്തിലാവട്ടെ, പണത്തിലാവട്ടെ, ഓരോ ചാവികളാണ്. ഈ അമ്മമാരുടെ ചാവി ഇപ്പൊ എണ്ണം ഭയങ്കര കൂടി. ഓരോന്നിന്റെയും ഇങ്ങനെ പൂട്ടി വെച്ചിട്ട് ഇതാണ്. വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. ആ വിളക്കല്ലിങ്ങനെ കൊടുക്കും. ഏത് മോള് വരുമ്പോ വെറുതെ കൊടുക്കുന്ന കേട്ടാ. ഇത് നിനക്ക് വെറുതെ തരുന്നതാണ്, നീ ഒന്നും അല്ല കേട്ടാ, ഞാൻ തന്നെ ഇതിന്റെ അധികാരി എന്ന് ഈ അമ്മക്ക് തന്നെ അറിയാം. മരുമോള് വരുമ്പോ ഒരു വിളക്ക് കൊടുക്കലുണ്ട്. അപ്പൊ അന്നേരം തന്നെ അറിയാം, വെറുതെ തിരിഞ്ഞ ഇത് എനിക്ക് വെറുതെ പിടിച്ചോ, ഞാൻ തന്നെയാണ് നിന്റെ. ഇത് ഇങ്ങനെ ചാവിന്റെ നമ്മളെ മൊബൈലിൽ തന്നെ പാസ്വേഡ് ഇങ്ങനെ കൂടുകയാണ്. പണ്ടൊക്കെ ഒറ്റ പാസ്വേഡേ ഉള്ളൂ. ഇപ്പൊ ഓരോ ആപ്പിനും ഓരോ പാസ്വേഡാണ്. അതുപോലെ നമ്മളെ വീട്ടിൽ ഓരോ ചാവികൾ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി. നമുക്ക് ഒരു വിശ്വാസവും ആരില്ല. മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെയൊന്നുമില്ല. അർത്ഥമനർത്ഥം ഭാവയ നിത്യം എന്നൊക്കെ പറയുന്നുണ്ട്. മക്കളെ തന്നെയാണെന്നുള്ളത് പേടി എന്ന് പറയാം. കാരണം എപ്പോഴാണ് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുക, എപ്പോഴാണ് പാസ്വേഡ് മനസ്സിലാക്കിയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പൈസ എടുക്കുന്നത് നമുക്ക് അറിയുന്നില്ല.
ഈ അച്ചാച്ചന്മാരുടെയും അമ്മമ്മമാരുടെയും പൈസയൊക്കെ ഇപ്പൊ നല്ലോണം ആരടിക്കുന്നുണ്ട്. കുട്ടികൾ നല്ലോണം എത്രയാ പൈസ പോകുന്നേ അറിയോ? ആരെ ഈ ചെറിയ മക്കളാണ് എന്ത് ചെയ്യുക ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ ഈ മൊബൈലൊക്കെ കൊടുത്ത് എന്തെങ്കിലും പഠിച്ച് കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ബാങ്കിന്റെ സംഭവം നീ ചെയ്ത് പറഞ്ഞെന്താണേ അവര് ധാരാളം പൈസകൾ അങ്ങനെ ധാരാളമാക്ക് പൈസ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മക്കളെ സംശയിക്കൊന്നും വേണ്ട, നല്ല മക്കളായിരിക്കും നിങ്ങളുടെയൊക്കെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ഞാൻ ഒരു പൊതുവായിട്ടുള്ള സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം. അതിന്റെ കൂടെ ഈ അച്ചാച്ചന്മാരും അമ്മമ്മമാരൊക്കെ എന്തൊക്കെയാണ് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ശ്രീരാമന്റെ കഥകൾ, സീതയുടെ കഥകൾ. ഒരിക്കലേ സീത നല്ലൊരു കുങ്കുമ പൊട്ട് വെച്ചു. ഒരു കഥ ഓർമ്മ വരും. ഒരു കുങ്കുമ പൊട്ട് വെച്ചപ്പോൾ ആഞ്ജനേയൻ ചോദിച്ചു, ഹേ സീതാദേവി, എന്താണ് നിങ്ങൾ ഈ പൊട്ട് വെച്ചത്? അപ്പൊ സീതാദേവി പറഞ്ഞു, ഇത് ശ്രീരാമന് ഇഷ്ടമാണ്, സന്തോഷം. ശ്രീരാമനെ ഈ പൊട്ട് വെക്കുമ്പോൾ സന്തോഷമുണ്ട്. പിറ്റത്തെ ദിവസം എന്താണെന്നറിയോ? ഹനുമൽ സ്വാമി ഒരു വലിയ പാത്രം നിറയെ കുങ്കുമം എടുത്തിട്ട് തലയിൽ അഭിഷേകം ചെയ്യണം, സ്വന്തം തലയിൽ. ഒരു പൊട്ട് വെച്ച സീതയെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എന്നെ കാണുമ്പോൾ ധാരാളം സന്തോഷമാവട്ടെ എൻ്റെ സ്വാമിക്ക്. അതാണ് ഭക്തി. ഹനുമാൻ സ്വാമിയുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായ ഭക്തിയാണ്. ഭക്തി പലതരത്തിലുണ്ട്. കംസന്റെ ഭക്തി ഭയഭക്തിയാണ്, ശിശുപാലന്റെ ഭക്തി വിദ്വേഷ ഭക്തിയാണ്, നാരദന്റെ ഭക്തി ഗുരുഭക്തിയാണ്, പാണ്ഡവരുടെ ഭക്തി സ്നേഹഭക്തിയാണ്. എന്നാൽ ഗോപികമാരുടെ ഭക്തി എന്താ? അത്രമാത്രം വിശിഷ്യമായതാണ് ഗോപികാ ഗീതം എന്നൊക്കെ പറയും. ആ ഗോപികാ ഗീതം ഒന്ന് എടുത്ത് വായിക്കണം. ആ നിറഞ്ഞ സ്നേഹം നോക്കൂ. ആധ്യാത്മികതയിൽ മാത്രമേ കാമം എന്താവുള്ളൂ. ഈ പ്രണയത്തിൽ നിന്നത് അതൊരു ഭക്തിയിലേക്ക്, അതൊരു പ്രേമത്തിലേക്ക് വരുന്ന എന്തിലേക്ക് വരുള്ളൂ? ആധ്യാത്മികതയിൽ മാത്രമേ വരുള്ളൂ. ബാക്കി എല്ലാ കാമങ്ങളും എന്താണ്? ഭഗവാനോട് ചേർന്നാൽ എന്തായി? അത് പ്രസാദമായി മാറും. എന്ത് കാര്യങ്ങളും ഭഗവാനോട് ഒട്ടുമ്പോൾ അതെന്തായി? അതൊരു വലിയ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണത് കൊണ്ട് തന്നെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ വാനപ്രസ്ഥത്തിൽ നമുക്ക് കുറച്ച് ഒന്ന് മാറ്റി വെച്ചാൽ നമ്മൾ കുറേ എന്ത് ചെയ്യും? ആശ്വാസം ആണോ അല്ലയോ? ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ വാനപ്രസ്ഥത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുമോ? സാമ്പാറും ഇഡ്ഡലിയും ചട്നിയും കിട്ടുമോ? വീട്ടിൽ എന്താ തന്നേ? സാമ്പാറും ഇഡ്ഡലിയേ ഉള്ളൂ, എന്നാ അത് കഴിച്ചോക്കണം. ഇനി ചട്നി ഇല്ലാത്ത അടി കൂടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ കിട്ടിയതിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അപ്പൊ വീട്ടിൽ സന്തോഷം ഉണ്ടാവുമല്ലോ. ആ പണ്ടത്തെ അതിൽ നിന്ന് ആ ഇഷ്ടങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഒതുക്കാൻ സാധിക്കണം എന്ന് പറയാം. അതിനുശേഷമാണ് ഇത് സന്യാസത്തിലേക്കുള്ളത്. ഇന്ദ്രിയങ്ങൾ വാസനാക്ഷയം കൃത്യമായിട്ട് വന്നവർക്ക് ഉള്ളതാണ് ഇത് സന്യാസം എന്ന്. അപ്പൊ നോക്കൂ, എന്തൊരു രസകരമായിട്ടാ നമുക്ക് ആ ഒരു പാഠ്യപദ്ധതി തന്നെ നോക്കൂ. ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? വയസ്സായവർ ഇത്രയും ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? കാട്ടിലാണെങ്കിൽ ഇത്രയും കിട്ടുമോ? ഇപ്പം വീട്ടിൽ കിട്ടുന്നത്രയും കിട്ടുമോ? അതുകൊണ്ട് ആ മരുമോളോടെല്ലാം എന്ത് ചെയ്യണം? എൻ്റെ മോളെ, നീ എന്നെ ദൈവം എന്ന് പറയണം. ഇത്രയെങ്കിലും തരുന്നുണ്ടല്ലോ, ചൂടുവെള്ളം ഇത്രയെങ്കിലും തരുന്നുണ്ടല്ലോ, കട്ടൻ കാപ്പിയും തരുന്നുണ്ടല്ലോ, പാല് നീ നിന്റെ ഓന് കൊടുത്തോ, എനിക്ക് കട്ടൻ കാപ്പി അതൊന്നും തരുന്നുണ്ടല്ലോ. അവരോടൊക്കെ ഇത് ആധ്യാത്മിക സത്സംഗത്തിന് പോവുകയും ചെയ്യും. ആടെ പോയിട്ട് കുഴപ്പം തന്നെ. അത് വേണ്ട. വാനപ്രസ്ഥികളാവാൻ തുടങ്ങിയേക്കണം. കുറച്ചൊക്കെ ഈ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ മാറ്റുമ്പോൾ തന്നെ എന്താണ്? കുറെ സ്വസ്ഥരാവും. ആണോ അല്ലയോ? ഒരു പോലീസ് ഓഫീസർ തൻ്റെ ഒരു DYSP ആയിട്ട് റിട്ടയർ ആയി കഴിയുമ്പോൾ അദ്ദേഹം എന്തൊരു ആശ്വാസം ഉണ്ടോ? കുറെ ഉത്തരവാദിത്തങ്ങൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് വാനപ്രസ്ഥികൾ ചെയ്യേണ്ടത്. നോക്കൂ, അപ്പോൾ ശിവഗുരു പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പ്രാതൈർവൈദിക കർമ്മ തദനു സദ്വേദാന്ത സംചിന്തയാ. എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. നിങ്ങൾ രാവിലെ നമുക്ക് വൈകുന്നേരം വരെ എന്താ ചെയ്യുന്നതെന്ന്. ഇത് പല ആൾക്കാരും ഇവിടെ നല്ല ഉപാസകരായതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകം ചൊല്ലുന്നത്.
പ്രാതൈർവൈദിക കർമ്മ തദനു സദ്വേദാന്ത സംചിന്തയാ. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? കുറച്ച് വൈദിക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് മന്ത്രജപവും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താണ് ചെയ്യുന്നത്? വേദാന്ത സംചിന്തയ. കുറച്ച് സമയം എന്ത് ചെയ്യുന്നു? ഉപനിഷത്ത് കാര്യങ്ങളൊക്കെ വായിക്കും. പശ്ചാത് ഭാരത മോക്ഷധർമ്മ മനനാ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഭാരതമോക്ഷ മഹാഭാരതಕ್ಕೆ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം വായിക്കും. വാസിഷ്ഠ രാമായണ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വാസിഷ്ഠ രാമായണം, യോഗവാസിഷ്ഠം രാമായണൊക്കെ എന്ത് ചെയ്യുന്നു? വായിക്കും. നമുക്ക് രാവിലെ തുടങ്ങിയതാണേ, രാവിലെ എഴുന്നേറ്റ്. അതിനുശേഷം എന്താണ്? സായം ഭാഗവതാർത്ഥ ദിവ്യകഥയാ. വൈകിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് ഭാഗവതം വായിക്കും. രാത്രൗ നിധിധ്യാസനാത്. രാത്രി എന്ത് ചെയ്യൂ? ഇങ്ങനെ ചിന്തിച്ചിട്ട് വേറെ എന്തോ ചിന്തിക്കുന്നില്ല, ഈ പഠിച്ച തന്നെ എന്ത് ചെയ്യുന്നു? രാവിലെ മുതൽക്കേ വായിച്ച ഭാഗവത കഥയെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രഹ്ലാദന്റെ കഥ ചിന്തിക്കുന്നു. എന്ത് ചെയ്യുന്നു? ദ്രുപദന്റെ കഥ ചിന്തിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? പല മനനം ചെയ്യണം. നിധിധ്യാസന. വീട്ടിൽ എന്ത് ചെയ്യുന്നു? ആ പഠിച്ചതൊക്കെ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി മനനം ചെയ്ത് ഉറപ്പിക്കുക. നിധിധ്യാസനം. അങ്ങനെ എന്താണ്? കാലോ ഗച്ഛദിന ശരീരഭരണം പ്രാരബ്ധ കണ്ടാർപ്പിതം. ഇങ്ങനെ പോകുന്നു. ഇത് രസമായിട്ടാ. നോക്കൂ, നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാനുണ്ട്, ആണല്ലയോ? രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്താണ്? ഒരു പാഠ്യ പദ്ധതി വേണം. രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് സമയം എന്താണ്? കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉപനിഷത്തൊക്കെ കുറച്ച് സമയം വായിച്ച്, അതിനുശേഷം എന്താണ്? കുറച്ച് ഭാഗവതവും ഭാരതവും മഹാഭാരതമൊക്കെ വായിച്ച് ഈ കഥകളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ആ പ്രഹ്ലാദന്റെ ഒക്കെ കഥകൾ, ദ്രുപദന്റെ കഥകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എവിടെയാ ദുഃഖിക്കാൻ സമയം? ഉണ്ടോ ദുഃഖിക്കാൻ സമയം? ഏറ്റവും ദുഃഖിക്കുന്ന സ്ത്രീകള് കുന്തി ഓർത്താൽ മതി. ആ കുന്തി ദേവി അനുഭവിച്ച വിഷമങ്ങളും വേദനകളും എന്നിട്ടും കുന്തി ദേവി എന്താണ്? ആ ഭഗവാനെ വിട്ടിട്ടില്ല. ആണോ അല്ലയോ? ആ അമ്മായിയെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഭഗവാൻ. ആണോ അല്ലയോ? നോക്കൂ, ഇത് നമുക്ക് നൽകുന്ന ഒരു ശക്തി അസാധ്യമായിട്ട്, ഇതിനേക്കാളും വലിയ ശക്തി നമുക്ക് നൽകാനില്ല എന്ന് പറയും. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കഹ കുത ആയാദഃ തത്വം ചിന്തയ തദിഹ ബ്രാദഃ. ഇത്രയും കേട്ട ആൾക്കാരെ ഭഗവാൻ നേരത്തെ മൂഢാന്ന് വിളിച്ച ഭഗവാൻ ഇപ്പൊ എന്താ വിളിക്കുന്നറിയോ? ഹേ ബ്രാദാന്ന്. നോക്കൂ, ആ മാറ്റം നോക്കൂ. മഹാത്മാ ഗാന്ധിജി തന്നെ തിരിച്ചു വിളിച്ചു. സ്വാമി വിവേകാനന്ദൻ ഈ ജാതി ഭ്രഷ്ടകളൊക്കെ കണ്ടിട്ട് ഇതൊരു എന്താണ് ഭ്രാന്തന്മാരുടെ എന്ന് വിളിച്ചു തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ അടുക്ക മഹാത്മാഗാന്ധിജി വന്നപ്പോഴെന്താണ്? ഇതൊരു പുണ്യമായിട്ടുള്ള സ്ഥലമായിട്ട് കണ്ടു. എന്തുകൊണ്ടാ അങ്ങനെ കാണാൻ പറ്റി? അത് സത്സംഗമാണ്. ആ പുണ്യ പുരുഷനെ കണ്ട് ആ സത്സംഗത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി, ഇതെന്തല്ല, ഇത് ഭ്രാന്തന്മാരുടെ സ്ഥലമല്ല, ഇതെന്താണ്? പുണ്യാത്മാക്കളുടെ ദിവ്യ സ്ഥലമാണ്. ഇതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. മനുഷ്യന്റെ മനസ്സിലേക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഭഗവാൻ ചോദിക്കുന്നു, കാതേ കാന്ത കസ്തേ പുത്ര. നിന്റെ ഭാര്യ ആരാണ്? നിന്റെ പുത്രൻ ആരാണ്? ഈ സംസാരം, ഈ ലോകം അതീവ വിചിത്രം തന്നെ. കസ്യ ത്വം കഹ കുത ആയാദഃ തത്വം ചിന്തയ തദിഹ ബ്രാദ. നീ എവിടുന്നാ വന്നിരിക്കുന്നേ? നീ ആരാണ്? നിന്റെ ഭാര്യ ആരാണ്? നിന്റെ പുത്രൻ ആരാണ്? ഒരു വലിയ ചോദ്യമാണിത്. സ്വയം ചോദിക്കാൻ ഇട്ട് തരാണ് നമുക്ക് ഭഗവാൻ. എന്തുകൊണ്ട് നമ്മളോട് ചോദിക്കാൻ പറയുന്നു? ചോദ്യം വലിയ ചോദ്യമാണ്. രമണ മഹർഷി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചുമ്മാ ഇരി ഉള്ളിപ്പാർ. നീ ചുമ്മാ ഇരുന്നിട്ട് നീ ആരാണ് എന്ന് അറിയുന്ന എത്ര പേര് പോയിട്ടുണ്ട് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ? കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോ
ഒരു വലിയ ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, നീ ആരാണ്? നീ എവിടുന്നാ വന്നേ? നിന്റെ ബന്ധുജനങ്ങൾ ആരാ? ഇത് ഒരു ആത്മാന്വേഷണത്തിന്റെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ഹസ്താമലകൻ ശങ്കരാചാര്യർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ കുട്ടി ഇങ്ങനെ ഈ കർണാടക പ്രദേശത്തൂടെ ശങ്കരാചാര്യർ ഇങ്ങനെ ദിഗ്വിജയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, എന്താ അറിയോ, എൻ്റെ മോൻ സംസാരിക്കുന്നേ ഇല്ല, എൻ്റെ മോൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല, നമ്മൾ ചോദിച്ചാലൊന്നും വളരെ മിനിമം മിണ്ടുന്നല്ലോ, എന്താണ് അവനെ, ഒന്ന് നിങ്ങൾ ചോദിക്കുമോ എന്ന് ചോദിച്ചു. ഹേ ഭഗവാൻ, നിങ്ങൾ എൻ്റെ മോനോട് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് അവൻ്റെ പ്രശ്നം എന്നൊന്ന് മനസ്സിലാക്കുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാന് കണ്ടപ്പോൾ തന്നെ ആ കുട്ടി മനസ്സിലായി, ഈ കുട്ടി എന്താ മുഴുവൻ സമയവും തൻ്റെ ആ ആത്മവിചാരത്തന്നെ കഴിയുന്ന കുട്ടിയാണെന്ന് മനസ്സിലായി. ഭഗവാൻ തന്നെ ചോദിക്കുന്ന കാര്യമുണ്ട്, കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം. ഹേ കുട്ടി, നീ ആരാ, നീ എന്താണ് എന്നിങ്ങനെ ഇട്ടുകൊടുത്ത ആ കുട്ടി ശങ്കരാചാര്യരോട് ഗംഭീരായിട്ട് പറയുന്നതാണ് ഹസ്താമലക ഗീതം. ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ച പോലെ എന്ന് പറയുമ്പോൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ്. കുട്ടി പറയുന്നു, നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രാഹ്മണ ന ഗൃഹീവനസ്ത ഭിക്ഷുർനജാഹം നിജബോധരൂപഃ. ഞാൻ ആരല്ല ഞാൻ നാഹം മനുഷ്യോ ന ച ദേവയക്ഷോ, ഞാൻ മനുഷ്യനല്ല, ഞാൻ ദേവനല്ല, ഞാൻ യക്ഷനല്ല, ന ബ്രാഹ്മണ ന ക്ഷത്രിയ ന വൈശ്യ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ന ബ്രഹ്മചാരി, ബ്രഹ്മചാരിയാണോ? അല്ല. ന ഗൃഹി, ഞാൻ ഗൃഹസ്ഥനാണോ? അല്ല. ന വാനപ്രസ്ഥനാണോ? ഭിക്ഷുവാണോ? അല്ല. എന്താണ് ഞാൻ? അഹം നിജ ബോധരൂപഃ. എന്താണ്? ആ ബോധമാണ്, ആ ബോധരൂപമാണ്. അസംഗോഹം അസംഗോഹം പുനഃ പുനഃ. ഈ ഞാൻ ആരാണ് എന്ന ചോദ്യമാണ്. അതിലേക്ക് ഭഗവാൻ പറയുന്നു, അതിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചിന്മയാനന്ദ സ്വാമിജി ഇതിനെ പറയാ റൈസ് ദ ലാഡർ ഓഫ് റൈസ് എന്നാണ്. ഉയർച്ചയുടെ ഏണിപ്പടികൾ എന്നാണ്. എന്താണത്? ഉയർച്ചയുടെ ഏണിപ്പടികൾ. ഈ ശ്ലോകത്തെ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇങ്ങനെ പടിപടിയായിട്ട് നമ്മളിങ്ങനെ കയറ്റുവാണേ. ഒരു ഏണി എന്തിനാ? നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ട, പടിപടിയായിട്ട് ഇങ്ങനെ കയറ്റുക. എന്താണ് ആദ്യം തന്നെ എന്താ പറയുന്നേ? ഭഗവാൻ പറയുന്നു, സത്സംഗമാണ് എന്തുള്ളത്? ഇതിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി. എങ്ങനെയുള്ള ആൾക്കാരെ? സത്സംഗമാണ്, സത്യത്തെ കുറിച്ചിട്ടുള്ള സംഘം. ഏതാ ചർച്ച ചെയ്യുന്നേ? ഏതാണോ മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്. ത്രികാലേഷു യത് തത് സത്. മൂന്ന് കാലത്തും ഏതാണോ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് അതിനാണ് എന്ത് പറയുന്നത്? സത്യം എന്ന് പറയുന്നത്. അപ്പൊ സത്തിലേക്കുള്ള സംഘമാണ് ഏത്? സത്സംഗം. ആ സംഘം നമ്മൾ എന്താണ്? നിസ്സംഗതയിലേക്ക് നമ്മൾ എത്തിക്കും. ഇങ്ങനെ ഈ അറ്റാച്ച്മെന്റ് എന്ത് ചെയ്യും? കുറച്ച് കുറക്കും നമ്മൾ. ആണോ അല്ലയോ? നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചേരലുണ്ടോ? നമുക്ക് അതന്നെ വേണമെന്നുണ്ടോ? നമുക്കിപ്പോ എന്തൊരു ഒരു കിടന്ന ഉറക്കം വരുമോ? അപ്പുറത്തെ റൂമിൽ കിടന്നാല് ആ തലാണ മാറിയാൽ ഒരു മണ, അങ്ങനത്തെ മോശം മണമുള്ള തലാണയാണ്. എന്നാൽ തന്നെ ആ തലാണ മാറിയ ഉറക്കം വരുമോ? ആ റൂം മാറിയ ഉറക്കം വരുമോ? നമ്മൾ ഒട്ടിച്ചേരലുണ്ടോ ഇല്ലയോ? എത്രമാത്രം ഒട്ടിച്ചേരല നമുക്ക്. ആണോ അല്ലയോ? അത്ര പെട്ടെന്ന് നിസ്സംഗത ഒന്നും വരില്ല.
ഏതിലൂടെ വരുള്ളൂ? കേട്ടാലൊന്നും വരൂല. ആ കേൾക്കുമ്പോ പറയാനും എളുപ്പട്ടോ. എനക്കല്ല ഇത് പറയാൻ എളുപ്പമാണ്. ഇതൊന്നും എത്ര പറയുന്ന പോലെ ഒന്നും എളുപ്പമല്ല ഇതൊന്നും. പക്ഷെ ഇത് കേട്ടോണ്ടിരുന്ന എന്ത് ചെയ്യും? എന്താ ഇത് വ്യത്യാസം എന്ന് വെച്ചാൽ, കേൾക്കുന്ന ആളും ഇതൊന്നും കേൾക്കാത്ത ആളും തമ്മിൽ വ്യത്യാസം ഉണ്ട്. പല സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴെങ്കിലൊക്കെ നമുക്കിത് സഹായിക്കും. 100%. ഇങ്ങനെ നമ്മൾ ഈ ഒരാളെ മനസ്സിലാക്കണ്ടെങ്കിൽ, നമ്മൾ ഈ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ എന്തൊക്കെയാ ഈ ആൾക്കാരുടെ ഒരു ബാലൻസ് ആണെന്നൊക്കെ നോക്കിയാൽ മതി. അയാൾ എന്തെങ്കിലും മറ്റുള്ള ഇയാൾ തെറി വിളിച്ചിങ്ങനെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരായിരിക്കും. ആണോ അല്ലയോ? എന്നാൽ കുറച്ച് ആധ്യാത്മികതയിൽ ഇവർക്ക് ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ പറ്റും. സാരില്ല, വിട്ടുകളയാൻ. ആണോ അല്ലയോ? ആധ്യാത്മികത എന്നുള്ളത് ജീവിതത്തിൽ വരേണ്ട സാധനം. 10 പ്രാവശ്യം ദേഷ്യം പിടിക്കുമ്പോൾ 1 പ്രാവശ്യം അത് കുറക്കാൻ പറ്റും. എന്നാൽ തന്നെ വലിയ ലാഭമാണ്. ദേഷ്യം പിടിക്കേണ്ട കാര്യങ്ങളെല്ലാം നല്ലല്ല, വലിയ ലാഭമാണ് അതൊക്കെ. അപ്പൊ ഈ നിസ്സംഗത നമുക്ക് വരണമെങ്കിൽ എന്ത് വരണം? സത്സംഗം വരണം. അതുകൊണ്ടാണ് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിഭ്രംശഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. എങ്ങനെയാ ഒരാള് അധപ്പതിക്കുന്നതെന്നുള്ളതാണ് അവിടെ കാണിച്ചിരുന്നത്. 62-63 ശ്ലോകം ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ. നേരെ തിരിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്? എങ്ങനെയാണ് നമുക്ക് വളരാൻ പറ്റുക? എങ്ങനെ വളരാൻ പറ്റും? നമുക്ക് ഒരാളെ ആരെങ്കിലും വളരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വളർന്ന ആളെ അടുത്ത് കൊണ്ടുപോയാൽ മതി. ഒരു തീൻ്റെ അടുത്ത് നമുക്ക് ഒരു ശക്തി ഒരു വിജയിച്ച ആൾക്കാരുടെ ഒക്കെ അടുത്ത് കൊണ്ടുപോയാൽ തന്നെ മറ്റവർക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. ആണോ അല്ലയോ? നമ്മൾ ഏതു ആൾക്കാരായിട്ടാണ് സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യും. അവരാരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, ഏത് സ്വഭാവക്കാരാണ്, അതവരെ നന്നായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടാനും പറ്റുള്ളൂ. ഒരേ മനോഭാവമുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടത്തിൽ വരുള്ളൂ. നോക്കൂ, സത്സംഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? വളർത്തുന്നത്. സത്സംഗത്വേ എന്നാൽ മാത്രമേ നിസ്സംഗത വരുള്ളൂ. നിസ്സംഗത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? കുറച്ചൊക്കെ മോഹമൊക്കെ പോവുള്ളൂ. ഈ മോഹമൊക്കെ പോകണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ഇതിങ്ങനെ പോകണം. ആ മോഹം പോയി എന്താണ്? ഈ ഗ്യാസ് ഫുള്ള് തീർന്ന കുറ്റി പിന്നെ തീ കാണിച്ചാലും എന്തില്ല? പ്രശ്നമുണ്ടോ? അങ്ങനെ ഗ്യാസ് തിരിച്ച വാസനാക്ഷയമാണ്. അതുപോലെ എന്ത് ചെയ്യണു? നമ്മൾ ഇങ്ങനെ ഓരോ പടികളായി എന്താണ്? നിശ്ചല തത്വേ ജീവൻ മുക്തി. അതൊക്കെ എന്താണ്? രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവനും രാമകൃഷ്ണ പരമഹംസരൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കുറേ ദിവ്യാത്മാക്കളുണ്ട്. അപ്പോൾ ഈ ഓരോ പടികളിലൂടെ നമുക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിലേക്ക് എന്ത് ചെയ്യണു? മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒറ്റൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ നിർത്തുവാണ്. വയസിക ദേഹ കാമവികാര ശുഷ്കേ നീരേ കാകാസാര ക്ഷീണേ വിത്തേ കാ പരിവാര ജ്ഞാതേ തത്വേ കാ സംസാര. നമുക്ക് ഉള്ള വൃദ്ധരായി കഴിഞ്ഞാൽ എവിടെ കാമവികാരം? എവിടെ? വറ്റിയ സ്ഥലത്തെ നമ്മൾ പുഴന്ന് വിളിക്കൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് പരിവാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ധനം മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ത് ചെയ്യാം? പരിവാരങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാലും നമ്മളെ ഏറ്റവും ഒരു ഭഗവാൻ തന്നെ പറയുന്നു, നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഹങ്കരിക്കാൻ നിനക്ക് എന്തില്ല, ഒരു അവസ്ഥയില്ല. കാരണം എന്താണ്? മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം മായാമയമിതം അഖിലം ഹിത്വ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. എടോ എന്ത് ചെയ്യാം?
മാ കുരു ധന ജന യൗവന ഗർഭം. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്യണ്ട, ധനമുണ്ട്, ആൾക്കാരുണ്ട്, യുവത്വമുണ്ട് എന്നൊക്കെ വേഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഭഗവാൻ വിചാരിച്ച എന്താണിത്, ഒരു നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആകെ മാറി മറിക്കാൻ പറ്റും. ആണല്ലോ? പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്, ഇതെല്ലാം മായയാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, ബ്രഹ്മപദത്വം പ്രവിശവിദിത്വ. അതുകൊണ്ട് നീ എന്ത് ചെയ്യട്ടെ, ഭഗവാനെ നന്നായിട്ട് എന്ത് ചെയ്യണം, ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ആശ്രയമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ധൈര്യവും ശക്തിയും ഒക്കെ നമുക്ക് നൽകുന്നത്. നോക്കൂ, അതുകൊണ്ട് തന്നെ ഭഗവാൻ അവിടെ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു ഗംഭീര ടെക്സ്റ്റാട്ടോ. ഈ ടെക്സ്റ്റിലേക്കല്ല നമ്മളെ ശ്രദ്ധ, ഒറ്റ 2 വാക്കിൽ മാത്രമാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? എന്തുകൊണ്ട് ഗോവിന്ദം, എന്താണ് ഗോവിന്ദൻ, എന്താണ് ഭജ? ഈ പോയിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ടെക്സ്റ്റ് ഒരു പ്രകരണ കഥ എടുക്കണമെങ്കിൽ ഒരു 7 ദിവസങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് വേണം. അത്യന്തം രസകരമായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. അപ്പൊ അവിടെ 2 കാര്യങ്ങളിലേക്ക് മാത്രം എന്താണത്, ഭജിക്കൂ ഗോവിന്ദനെ. എങ്ങനെ ഭജിക്കണം? മനസ്സുകൊണ്ട് ഭജിക്കണം, വാക്കുകൊണ്ട് ഭജിക്കണം, ശരീരം കൊണ്ട് എന്ത് ചെയ്യട്ടെ, ഭജിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യാം, ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വാക്കിൻ്റെയും പൂർണ്ണമായ സമർപ്പണത്തിൽ ഭഗവാനെ നമ്മളിലേക്കാക്കി അതേ ചിന്തയിൽ തന്നെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ ബാക്കിയെല്ലാം എന്താണ്, എന്ത് ചെയ്യും, ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ കാര്യങ്ങളിലേക്ക് വന്നു ചേരും. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ യാത്ര ചെയ്യാനും അതിലേക്ക് കൂടുതൽ എന്ത് ചെയ്യട്ടെ, വാഴ്ന്ന് നിൽക്കാൻ സാധിക്കണം. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാതിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അങ്ങനെ എന്ത് ചെയ്യട്ടെ, ആ പദത്തെ പിടിച്ചിട്ട്, ഈ പദം എന്ന് പറഞ്ഞ എന്താണ്, നാമത്തെയാണ്. കാല് അല്ലെങ്കിൽ അങ്ങനെയും പറയാം. അല്ല എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്, നാമസങ്കീർത്തനം യസ്യ സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കലികാലത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നൊരു വിഷയമില്ല എന്ന് പറയാം. എന്താ പറയാ, ഭഗവാൻ പറയുന്നതാണ് ഏറ്റവും ചുരുക്കിയിട്ട് എന്താ പറയുന്നേ, നിങ്ങൾ എന്ത് ചെയ്യൂ, നാമം ചെയ്യൂ, നാമം ചൊല്ലൂ. നാമത്തെ എന്ത് ചെയ്യാം, മുറുകെ പിടിച്ചാൽ എന്ത് ചെയ്യും, നാമിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യട്ടെ, ധാരാളം സമയം നമുക്ക് നാമം ചൊല്ലാൻ സാധിക്കട്ടെ. എത്രമാത്രം നാമം ചൊല്ലാൻ സാധിക്കുമോ അത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ എല്ലാ ആചാര്യന്മാരും ഒരേ സ്ഥലത്തിൽ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് അത്രമാത്രം വിശ്വസിക്കാം. കാരണം നമുക്കിന്ന് പല പല കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഏറ്റവും എളുപ്പമാണ്. പക്ഷെ അതത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ നന്നായിട്ട് നാമം ചൊല്ലുന്നവരായിരിക്കാം. അപ്പം നന്നായിട്ട് നാമം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം, ഇത്രയും ഒരു വളരെ എന്താ പറയുക, കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സദസ്സ് വളരെ അപൂർവമാണ്. കാരണം ഇത്രയും ദിവസം കേട്ട ആ സത്സംഗത്തിൻ്റെ ഒരു മഹാഭാഗ്യം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷം കൂടുതൽ ദിവസങ്ങളിലേക്ക് ഒരു യജ്ഞമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാക്കായിട്ട് ഒരു ഇത് ഒരാൾ നടത്തുന്നതല്ല, കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പുണ്യ സൗഭാഗ്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് ഇതിനെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് സത്സംഗത്തിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സത്സംഗത്തിൽ ഈ സഭാസപ്തതിയിലേക്ക് ക്ഷണിച്ച ശ്രീ നമ്മളുടെ വലിയൊരു ആരാധന ഉള്ള ഒരാളാണ് സുരേഷ് ജി. ആ സുരേഷ് ജിയുടെ ഒരു മനസ്സിന് മുമ്പിൽ, ഈ കമ്മിറ്റിയുടെ ഒരു വലിയൊരു മനസ്സിന് മുമ്പിൽ വലിയൊരു സ്നേഹം, എല്ലാവരെയും ഭഗവാൻ ഈ അമ്മ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാം ദേഷി മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.